ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഗ്യാപ് ഡൗണിലൊക്കെയാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് S2 താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം താഴേക്ക് ഇറങ്ങി S3 വന്ന് തിരിച്ച് കയറി പോയിട്ട് മാർക്കറ്റിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിട്ടും ക്ലോസ് ആയ ഒരു ദിവസമായിരുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിക്കാലോ, അതേപോലെ S1 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് S2 S3 അടിച്ച് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ബെയറിഷ് റഫറൻസ് കട്ട് ചെയ്ത് POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ബാങ്ക് നിഫ്റ്റി നടത്തിയായിരുന്നു. മിഡ് ക്യാപ്പും ഓൾമോസ്റ്റ് S2 അടിച്ചു, പക്ഷെ താഴേക്ക് പോയില്ല, പകരം തിരിച്ചു കയറി എവിടെ POCയുടെ ഭാഗത്തേക്ക്, ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ട് ക്ലോസ് ആയ ഒരു ദിവസമായിരുന്നു നമ്മളെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് എല്ലാം ആയിക്കോട്ടെ, ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ വിത്ത് സ്പൈക്ക് ക്ലോസ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പുവർ ലോ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു FA അല്ല. മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. ഇന്നത്തെ C പീരീഡ് IB എക്സ്റ്റൻഷൻ കട്ടി താഴേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ 13,922 ഒരു ഫെയിൽഡ് ഓപ്ഷനോട് കൂടി മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസം. ചുരുക്കി പറഞ്ഞാൽ ബൈയിങ് ഡിമാൻഡ് ലോവർ ലെവലിലുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെയും മെനയാനകത്തെ വീഡിയോയിലൊക്കെ വ്യക്തമായി ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ മിഡ് ക്യാപ്പിൽ ലോവർ സ്ട്രക്ചറിൽ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം അതേപോലെ മിഡ് ക്യാപ്പിൽ നോക്കി അറിയാം, 13,922 ഭാഗത്ത് മിഡ് ക്യാപ്പ് എന്ത് സംഭവിച്ചു? മിഡ് ക്യാപ്പ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്ന് തിരിച്ച് മാർക്കറ്റ് കയറിപ്പോയ ദിവസവും കൂടെയാണ് വന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് POC 14,052 ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, മിഡ് ക്യാപ്പിന്റെ POC ഒന്ന് മാറ്റി 14,052 ഭാഗത്തേക്ക് കൊണ്ടുവരാം. 14,052 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ 14,192 മുകളിൽ, 14,200 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇതാണ് എനിക്ക് അപ്സൈഡ് റഫറൻസ്. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്, ഈ POC ഇന്നലത്തെ കഴിഞ്ഞ ഫ്രൈഡേയുടെ POC ആയ 14,252 ഭാഗത്തേക്ക് പോവാം. സോ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു, 14,252 ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്ക്, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,296 ഭാഗം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 14,296 14,296 ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ ORRന്റെ ഹൈ ആയ 14,335 എത്രയാണ്? 14,335 ഭാഗത്തേക്ക് 35 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. സോ ചുരുക്കി പറയാൻ, നാളെ നമ്മള് ഈ 14,150 ഭാഗത്തൊക്കെ മിഡ് ക്യാപ്പ് നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തൊക്കെ ഒരു മെയിൻ റിവേർഷൻ ട്രേഡ് സെറ്റപ്പ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പോസിബിൾ ആണ്. 14,000 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് എത്രയാണ്? 14,000 പൊട്ടിയാൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുന്നുള്ളൂ. അത് എന്റെ ബെയറിഷ് റഫറൻസ് ഞാൻ മാറ്റിവെക്കാം. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,950 ഭാഗത്ത്, ഇത്രയും 13,950 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുന്നു. സെക്കൻഡ് ടാർഗറ്റ് 13,900 ഭാഗത്തേക്ക് വരുന്നുണ്ട്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുമ്പോൾ എങ്ങോട്ട് ഒരു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു 900 കഴിഞ്ഞാൽ അടുത്ത വരുന്ന എത്രയെന്ന് വെച്ചാൽ ഈ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 13,849 എത്രയാണ്? 13,849 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാം. ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്, ഒരു നോർമൽ ഒരു ഫെയിൽഡ് ഓപ്ഷനോടുകൂടി വന്നതാണ്. ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് റേഞ്ച് ഓപ്പണിംഗ് ടൈപ്പ് ഫെയിൽഡ് ഓപ്ഷനോടുകൂടി മാർക്കറ്റ് വന്നതാണ്. ഒരു ORR അപ്പിന്റെ ലക്ഷണങ്ങളൊന്നും തന്നിട്ടില്ല മാർക്കറ്റിനെ സംബന്ധിച്ചാണ്. പ്യൂർലി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. കിട്ടില്ല, മറ്റു മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് പോയി ദിവസമായിരുന്നു ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. സോ ഇത് കൃത്യമായി റെഫറൻസ് ലെവലിൽ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ POCയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 13,900 ഭാഗത്ത് മിഡ് ക്യാപ്പിൽ ഇനിയും ഒരു ബൈയിങ് മൂവ്മെന്റും ആക്റ്റീവ് ആവാനുള്ള ചാൻസും വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ഓവറോൾ സ്ട്രക്ചറൽ ലെവൽസ്. ഇനി നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പ്യൂർലി പറയുകയാണെങ്കിൽ ഒരു
ORR അപ്പോ അങ്ങനൊന്നുമല്ല. ഒരു ബാങ്ക് നിഫ്റ്റി സ്പോട്ടിൽ ഒരു ORR അപ്പായ ദിവസമാണ്, ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പായ ദിവസം മാർക്കറ്റ് ഒരു ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റ് ട്രെൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്, ഒരു ORR അപ്പ് വിത്ത് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC 53,436 ഭാഗത്താണ് POC. 53,436 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എനിക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്ന എത്രയ്ക്ക് താഴെയാണ്? ഇനി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കുമ്പോൾ 53,000 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് എടുക്കുന്നു. എത്രയാണ്? 53,000 എന്ന് പറഞ്ഞാൽ ബിഗ് റൗണ്ട് നമ്പറിന് താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ 52,855 എന്ന് പറഞ്ഞൊരു ഭാഗം ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സെക്കൻഡ് ടാർഗറ്റ് 52,689 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 52,500 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്പായി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. OAOR ടേൺഡ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി 53,772 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കൂ. എത്രയാണ്? 53,772 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയില് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ ആയ 52,900 ഭാഗത്ത്, എത്രയാണ്? 53,900 ഭാഗത്തേക്ക് 53,900 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 54,055, എത്രയാണ്? 54,055 ഭാഗത്തേക്കും അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 54,250, എത്രയാണ്? POC അല്ല, വാല്യൂ ഏരിയ ഹൈ 54,250 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ORR അപ്പായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 53,000 ഭാഗത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഇപ്പോഴും ആക്റ്റീവ് ആവുന്നുണ്ട്. അത് 53,400 അത് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബെൽറ്റ് ഒരു സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. സോ 53,000 53,200 ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ ബൈ മൊമെന്റ് എടുക്കാവുന്നതാണ്. രണ്ടാമത് ഈ POC 54,771 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവ എന്തായാലും ഈ POC ആയ 54,725 പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഒരു ORR അപ്പായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസം കൂടെയായിരുന്നു. നിഫ്റ്റി നിഫ്റ്റി ഒരു ORR അപ്പായിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC ലാസ്റ്റ് മിഡിൽ മുകളിലത്തേക്ക് മെർജായി നല്ലൊരു OAOR ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് നല്ല കിടില റിക്കവർ ചെയ്ത് പീരീഡ് നല്ല കിടില മൂവ്മെന്റ് എന്ന കിടില ദിവസമായിരുന്നു. ലോവർ ലെവൽ സ്ട്രക്ചറിലെ ഡിമാൻഡ് ഇപ്പോഴും കിടക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞ 23,320 330 ഭാഗത്തുള്ള ബൈയിങ് ഡിമാൻഡ് ഇപ്പോഴും നിഫ്റ്റിയിൽ ആക്റ്റീവായി കിടപ്പുണ്ട്. സോ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് എത്രയാണ്? 23,613 ഭാഗത്തേക്ക് ഞാൻ ആ POC 23,614 ഭാഗത്തേക്ക് ഞാൻ ആ POC ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെല്ലിംഗ് മൊമെന്റം എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി എടുക്കുന്നത് ജിയുടെ ലോ അല്ലെങ്കിൽ 23,490 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് 23,490 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് ഇങ്ങോട്ട് വരും. ഫസ്റ്റ് 23,440 സ്ട്രോങ് സപ്പോർട്ടാണ്. 23,440 സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് 23,390 ഭാഗത്തേക്കും അതിന് താഴെ ഫൈനൽ ടാർഗറ്റ് എന്ന 23,325 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. 23,490 പൊട്ടിയാൽ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഇനി ബൈയിങ് മൊമെന്റം 23,739 മുകളിൽ, അതായത് 23,739 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയിങ് മൊമെന്റം ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 23,800 ഭാഗത്ത്, അതായത് 23,800 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് എനിക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,855, എത്രയാണ്? 23,855 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനും മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,901, 23,901 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല്. കൃത്യമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
നല്ല രീതിയിൽ ട്രേഡിംഗ് കിട്ടിയായിരുന്നു. ലോവർ ലെവലിലെ ഡിമാൻഡ് ഇപ്പോഴും മാർക്കറ്റ് പ്രിവെയിൽ ആവുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റിന്റെ ആ ഒരു ഭീഷണി, യുദ്ധം തുടങ്ങിയാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ലാത്ത അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് DI ഡൊമസ്റ്റിക്കിന്റെ പർച്ചേസ് ആണ്, FISന്റെ പർച്ചേസിനും പാകത്തില്ല. നമ്മുടെ ഡോളർ നോക്കിക്കഴിഞ്ഞാൽ ഡോളർ ഏറ്റവും വീക്കസ്റ്റ് ക്ലോസിംഗിലാണ് ഡോളർ നിൽക്കണം. $96.37 അതായത് ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു $96.37 കിട്ടും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി ഡിപ്രീഷിയേറ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രൂഡ് ഓയിൽ അടിച്ച് പണ്ടാണെങ്കിൽ കയറിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഹെവി ആയിട്ടുള്ള സെല്ലിങ് വന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓയിലിന്റെ പ്രഷർ നമ്മുടെ ഇന്ത്യ മാർക്കറ്റിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ബാധിച്ച് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ഫോർമേഷനിലൂടെ ട്രേഡ് ചെയ്യാൻ കൂടെ സാധിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.